എല്ലാവർക്കും സുഖമല്ലേ? ബോച്ചിറ്റിയുടെ അടുത്ത ലക്കി ഡ്രോ വിന്നർ അനൗൺസ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണിത്. നമ്മൾ അനൗൺസ് ചെയ്തവർക്ക് ക്യാഷ് ഒക്കെ കൊടുത്തു കേട്ടോ. ഫോട്ടോസും വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ എല്ലാരും ബോച്ചിറ്റി വാങ്ങിക്കോ, എല്ലാവരും ഭാഗ്യശാലികളാവട്ടെ. ബോച്ചിറ്റിയുടെ ലക്കി ഡ്രോ വിന്നറിലൂടെ 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രമല്ല 25 കോടിയുടെ ബമ്പർ പ്രൈസും ഫ്ലാറ്റും കാറും 2 വീലേഴ്സും മൊബൈൽ ഫോണും ഡെയിലി തൗസൻഡ്സ് ഓഫ് ക്യാഷ് പ്രൈസും ഇനി എന്ത് വേണം അല്ലേ? അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത ഭാഗ്യശാലി ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹലോ ഹലോ. ഇപ്പോഴാണ് കിട്ടിയത്. ഇത്രയും നേരം നമ്മൾ ട്രൈ ചെയ്യുവാണ്. നെറ്റിന്റെ പ്രശ്നമുണ്ടോ? എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഇത് വെള്ളിക്കോട്ടാണ്. എവിടെയാണത്? കാസർഗോഡാണ് അല്ലേ? ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് 2 കുട്ടികളും ഞാനും. പഠിക്കുവാണോ മക്കളൊക്കെ? ചെറുത്. എത്രല്ല? ഒരാള് 10th, ഒരാള് 5ാം ക്ലാസ്. 5ാം ക്ലാസ്സിലാണ്. ഓക്കെ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഹൗസ് വൈഫ് ആണ്. എന്നാ നിങ്ങൾ തിരക്കിലായിരുന്നോ? ഞാൻ പുറത്തുണ്ടായിരുന്നു. വീട്ടിൽ എപ്പോഴും ഇങ്ങനെയാണോ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? പുറത്തേക്ക് വീട്ടിനകത്ത് കിട്ടത്തില്ല അല്ലേ? കിട്ടുന്നില്ല. ഓക്കെ. എന്ത് ചെയ്യായിരുന്നു? മനസ്സിലായി. അല്ല, വീട്ടിൽ എന്ത് ചെയ്യായിരുന്നു? തിരക്കിലായിരുന്നോ എന്ന് ചോദിക്കായിരുന്നു. അല്ല, ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്തോട്ട് പറ്റിയുള്ളോ? ഇപ്പൊ പറ്റിയത്. മക്കളൊക്കെ എവിടെ? കളിക്കുകയാണോ? ഫോണില് കളിയാണ്. ഹസ്ബൻഡ് ഒക്കെ എന്ത് ചെയ്യുന്നു ചേച്ചി? ഹസ്ബൻഡ് ഗൾഫിലാണ്. എന്താണ് വർക്ക്? എന്തായിരുന്നു? ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണല്ലേ? ഓക്കെ. പിന്നെന്താണ്, മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ടേക്ക്? ഇന്ന് കുറവാണല്ലേ? ഓക്കെ. പിന്നെ ലക്കി ഡ്രോ വിന്നർ ആയിട്ടുണ്ട് 10 ലക്ഷം രൂപയുടെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. 10 ലക്ഷം? എന്തിന്റെയാന്ന് മനസ്സിലായോ? അതെ, ബോച്ചേറ്റിയുടെ ആണ്. ബോച്ചേറ്റി വാങ്ങിയിരുന്നില്ലേ? വാങ്ങിനെ, പക്ഷെ മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. അത് പറയാനാണ് ഞാൻ വിളിച്ചേ. ഒരു ഡൗട്ട്. വിശ്വാസമായില്ല? വിശ്വാസം പറഞ്ഞിട്ടാ. ഇപ്പോഴും ഷോക്കായിട്ട് നിക്കുവാണോ അതോ എന്ത് പറ്റി? അല്ല, മെസ്സേജ് അങ്ങനത്തൊന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചേ. നമ്മള് കൂടുതലും ലക്കി ഡ്രോ വിന്നറെ നമ്മള് നേരിട്ട് വിളിക്കുവാണ്. കാരണം നിങ്ങളുടെ സന്തോഷമൊക്കെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ സന്തോഷായോ? സന്തോഷം. ആവശ്യമില്ലായിരുന്നോ? എന്താണ് ആവശ്യമില്ല? വിശ്വാസം വന്നില്ല അതുകൊണ്ടാണോ? അത് 10 ലക്ഷം ആവശ്യമില്ലാത്തതുകൊണ്ടാണോ? അല്ല, വേറെ വിശ്വാസം വന്നിട്ട്. അതുകൊണ്ട് നമ്മൾ ടീമിന് കോണ്ടാക്ട് ചെയ്യും എങ്ങനെയാണ് എന്തെന്നുള്ളതൊക്കെ. വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നില്ലേ? നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ലല്ലേ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് 10 ലക്ഷം രൂപ കൊടുക്കുന്നതിന്റെയും നമ്മുടെ അനൗൺസ്മെന്റ് ഒക്കെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ അടുത്ത ഭാഗ്യശാലി ആയതുകൊണ്ടാണ് സീന ചേച്ചിയെ നമ്മൾ വിളിച്ചേ. മാറിയിട്ടില്ല. വിശ്വാസത്തിന്റെ ഏതാണോ? ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയില്ല അല്ലെ 10 ലക്ഷം കിട്ടി എന്നുള്ളത്? 10 ലക്ഷം കിട്ടിയിട്ടുണ്ട്. എന്താണ് പ്ലാൻ? എന്താണ് 10 ലക്ഷം കിട്ടിയപ്പോ ആദ്യത്തെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവല്ലോ മനസ്സിൽ, ഇന്നത് ചെയ്യണം എന്നൊക്കെ? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ആദ്യം വിശ്വാസം ആയിട്ട് പിന്നെ പ്ലാൻ പറയാനാണല്ലേ? എന്തായാലും വിശ്വസിക്കാം കേട്ടോ. ശരിക്കും 10 ലക്ഷം രൂപയുടെ ലക്കി ഡ്രോ വിന്നർ ആയിട്ടുണ്ട്. പോസിറ്റീവ് വാങ്ങിയ ആ കൂപ്പണാണ് അടിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇനി ഗൾഫിൽ നിന്ന് ഹസ്ബൻഡിന് വർക്കൊക്കെ നിർത്തിയിട്ട് നാട്ടിലോട്ട് വരാൻ പറയുമോ? ഈ വർക്കൊന്നും ചെയ്യേണ്ട 10 ലക്ഷം കൊണ്ട് നമുക്ക് ഇവിടെ ആഘോഷിക്കാം. അങ്ങോട്ട് പറയില്ല. ശരി. അപ്പൊ എന്തേലും വേറെന്താ പ്ലാൻ ഉണ്ടോ അപ്പൊ ചേച്ചിക്ക്? ഫുള്ള് വന്നിട്ടില്ല. ഓക്കെ. നമ്മൾ എന്തായാലും ടീമിന്ന് കോണ്ടാക്ട് ചെയ്യും ചേച്ചീനെ. എന്നിട്ട് എപ്പോഴാണ് ക്യാഷ് കിട്ടാന്നുള്ള കാര്യമെല്ലാം ടീം നമ്മൾ വിളിക്കൂട്ടെ. ഇവിടെ നിന്ന്
ഓക്കെ, അപ്പൊ പൂർണ്ണമായിട്ട് വിളിക്കുന്നിരുന്നു. നമ്മൾ പോസിറ്റീവ് ടീമിൽ നിന്നാണ്. അല്ല, കൊറേ ദിവസം മെസ്സേജ് കാണിച്ചു ഫോൺ, അപ്പൊ പിന്നെ ഞാൻ എടുത്തിട്ടാ ആ ഫസ്റ്റ്. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ടാണ് കിട്ടാതിരുന്നത്. അപ്പൊ എന്നാണ് ചേച്ചീനെ ഒന്ന് കൈ കിട്ടിയേ ഞങ്ങൾക്ക്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ചായയൊക്കെ കുടിക്കുക കേട്ടോ. പോസിറ്റീവ് ഇനിയും വാങ്ങുക. 10 ലക്ഷം മാത്രമല്ല, ഒരുപാട് പ്രൈസുകളുണ്ട്. ബമ്പർ പ്രൈസ് 25 കോടിയുടെ വരുന്നുണ്ട്. ഫ്ലാറ്റ്, കാറ്, 2 വീലേഴ്സ്, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയും വാങ്ങുക, ഇനിയും ഭാഗ്യശാലി ആവട്ടെ. ഓക്കെ ഓക്കെ. ഓക്കെ, ബൈ. പുള്ളിക്കാരി ഇപ്പോഴും വിശ്വസിച്ചിട്ടൊന്നും ഇല്ല. കോള് കട്ട് ചെയ്യുമ്പോഴും എനിക്കോ 10 ലക്ഷോ എന്നുള്ളൊരു മട്ടിലായിരുന്നു കേട്ടോ. ചെറിയൊരു സന്ദർഭമ്മയാണ് നമ്മുടെ സിഎം ചേച്ചി. 10ാം ക്ലാസ് പഠിക്കുന്ന മോഹൻന്നൊന്നും പറയത്തില്ല കണ്ട. എന്തായാലും ചേച്ചി ഹാപ്പിയാണ് കേട്ടോ. ഹസ്ബൻഡിനെയൊക്കെ ഗൾഫിൽ നിന്ന് ആള് പണി നിർത്തി വിളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുറെ പ്ലാൻ ഉണ്ട്. ചേച്ചി ആദ്യം വിശ്വസിച്ചിട്ട് പിന്നെ പ്ലാനുകൾ പുറത്തു പറയാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ചേച്ചിക്ക് ചേച്ചിയുടെ പ്ലാനൊക്കെ നന്നായിട്ട് നടക്കട്ടെ കേട്ടോ. ചേച്ചി എന്തായാലും ഭാഗ്യശാലിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി ഓണമൊക്കെ ആവാറായി. എല്ലാവർക്കും ഒരുപാട് വിരുന്നുകാരൊക്കെ ഉണ്ടാവും. എല്ലാ വിരുന്നുകാർക്കും നമുക്ക് ബോച്ചേട്ടിയുടെ ചായ തന്നെ കൊടുക്കാം. ചായ മാത്രം കൊടുത്താൽ മതിയേ. ബോച്ചേട്ടിയിലൂടെ കിട്ടുന്ന സമ്മാനം നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ അടുത്ത ലക്കി ഡ്രോ വിന്നറെ കാണുമ്പോഴേക്കും ബൈ ബൈ.